വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. അള്ളാഹു പറഞ്ഞത് അഫലാ യശ്കുറൂന, നന്ദി കാണിക്കുന്നില്ലേ എന്നുള്ളതാണ്. ആർക്ക് നന്ദി കാണിക്കേണ്ടത്? ആർക്കാണ്? ഇതൊക്കെ നൽകിയ അള്ളാഹുവിനാണ്. അവർ നന്ദി കാണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെന്താ ചെയ്തത്? വത്തഖദു മിൻ ദൂനില്ലാഹ്, നന്ദി കാണിക്കേണ്ട അള്ളാഹുവിനെ കൂടാതെ അവരെന്ത് ചെയ്തു? ഇത്തഖദു, സ്വീകരിച്ചു, ആലിഹത്തൻ, ഇലാഹുകളെ സ്വീകരിച്ചു. വത്തഖദു, അവർ സ്വീകരിച്ചു, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ, അല്ലെങ്കിൽ മാ അള്ളാഹുവോടൊപ്പം അവർ സ്വീകരിച്ചു ആലിഹത്തൻ, ഇലാഹുകളെ. ലഅല്ലഹും യുൻസറൂൻ, ലഅല്ലഹും യുൻസറൂൻ എന്നാണ് എന്താ? തങ്ങൾ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി. ലഅല്ലഹും യുൻസറൂൻ, ഹും യൻസറൂൻ എന്ന അവർ സഹായിക്കപ്പെടുന്നു എന്നാണ്. അതിന് മുമ്പിൽ ലഅല്ല വന്നു. അപ്പോൾ അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി. ലഅല്ല എന്നുള്ളത് അവിടെ തഅലീലിന് വേണ്ടി, തഅലീലിന്. ആര് സഹായിക്കപ്പെടുന്നതിന് വേണ്ടി? ആര് സഹായിക്കപ്പെടുന്നതിന് വേണ്ടി? ആരാധിക്കുന്നവരാണോ അതല്ല ആരാധിക്കപ്പെടുന്നവരാണ്? ആരാധിക്കപ്പെടുന്ന എന്ന് പറഞ്ഞെങ്കിൽ ലാത്ത, ഉസ്സ, മനാത്ത, അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയതാണ്. അപ്പോൾ ആരാധിക്കുന്നവർ, അബൂജഹലും കൂട്ടരും, അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലേ? ആരാധിക്കുന്നവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി, അല്ലാതെ ആരാധ്യന്മാർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി എന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആയത്തിൻ്റെ അർത്ഥത്തോടെ വെച്ച് നോക്കാം. ലാ യസ്തതീഊന നസ്റഹും, ലാ യസ്തതീഊൻ, അവർക്ക് സാധിക്കുകയില്ല, നസ്റഹും, അവരെ സഹായിക്കാൻ, അവരെ സഹായിക്കാൻ. നിങ്ങൾ പറഞ്ഞ അർത്ഥപ്രകാരം ലാ യസ്തതീഊൻ, അവർക്ക് സാധിക്കുകയില്ല. ആർക്ക് സാധിക്കില്ല? ഈ ആരാധ്യന്മാർക്ക് സാധിക്കുകയില്ല. ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയവർക്ക് സാധിക്കുകയില്ല. നസ്റഹും, അവരെ സഹായിക്കാൻ. ആരെ സഹായിക്കാൻ? അബൂജഹലിനെയും കൂട്ടരെയും സഹായിക്കാൻ സാധിക്കുകയില്ല. വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ, വഹും, അവർ, ലഹും, അവർക്ക്, ജുന്ദുൻ മുഹ്ദറൂൻ, ജുന്ദുൻ സൈന്യമാണ്, മുഹ്ദറൂൻ ഹാജരാക്കപ്പെട്ട, സന്നിഹിതരായ. തയ്യബ്. അപ്പം ഇനി അതിന് നമ്മളൊന്ന് ദമീർ മടക്കണം. ഓക്കെ. വഹും, അവർ, ലഹും, അവർക്ക്. ആദ്യത്തെ അവർ, രണ്ടാമത്തെ അവർ. ആര് ആർക്ക്? എങ്ങനെ പറയാം? ആരാധ്യന്മാർ അവർക്ക് സാധിക്കൂല നസ്റഹും, ആരാധിച്ചവരെ സഹായിക്കാൻ. ഓക്കെ. വഹും, അവർ. ഈ അവർ ആരാ? ആരാധിക്കുന്ന അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, അവർ. ലഹും, ഇവർക്ക്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ലാത്ത, ഉസ്സ, മനാത്ത, ഈ ആരാധ്യന്മാർക്ക്. ജുന്ദുൻ, ജുന്ദ് സൈന്യമാണ്. മുഹ്ദറൂൻ, സന്നിഹിതരായ, സന്നിഹിതരായ. ജുന്ദ് എന്ന് പറഞ്ഞാൽ അദദുൽ കബീർ എന്നാണ് അർത്ഥം. അല്ല, അദദുൽ കബീർ, വലിയ ആൾബലം, വലിയ ആൾക്കൂട്ടം എന്ന അർത്ഥത്തിനാണ് ജുന്ദ് എന്ന് പറയാം. അത് പിന്നെ സൈന്യം എന്നുള്ളത് അത് പിന്നെ അത് അലങ്കാരികമായിട്ട് പറയപ്പെട്ടതാണ്. തയ്യബ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്കിത് മനസ്സിലാണെങ്കിൽ അങ്ങനെ അപ്പം നമുക്കൊന്ന് ഉദാഹരിക്കുക. അത് വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, വത്തഖദു, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഈ നന്ദി കാണിക്കേണ്ട ആളുകൾ വത്തഖദു, അവർ നന്ദി കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവർ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. മിൻ ദൂനില്ലാഹി, അള്ളാഹുവോടൊപ്പം, ആലിഹത്തൻ, ഇലാഹുകളെ. ഇലാഹുകളെ എന്ന് പറഞ്ഞാൽ ഏതാ ഇലാഹ്? അവർ പറഞ്ഞില്ലേ പിന്നെ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ തരാൻ കൊണ്ടാന്ന് പറഞ്ഞില്ലേ? അത് ഏതാ ഇലാഹ്? ഒരു വൃക്ഷമാണ്, മരമാണ്. ദാത്തു അൻവാത്ത്, മരമാണ്. ആ മരം പിന്നെ ദാത്തു അൻവാത്ത് മക്കയിൽ ആരാധിക്കപ്പെട്ടിരുന്നൊരു മരമാണ്. അതിന്മേൽ അവർ ആയുധങ്ങൾ കൊളുത്തിയിട്ടിട്ട് ബർക്കത്തെടുക്കുമായിരുന്നു എന്നുള്ളതാണ് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ. അത് അവരുടെ ഇലാഹായിരുന്നു. അതേപോലത്തെ ഇലാഹുകൾ ലാത്ത, ഉസ്സ, മനാത്ത, ഇസാഫ്, നായില, ഇതൊക്കെ അവരുടെ ഇലാഹുകളാണ്. അപ്പോൾ പിന്നെ ഈ ഇത്തരം ആലിഹത്തിനെ അള്ളാഹുവോടൊപ്പം അവർ എന്ത് ചെയ്ത് സ്വീകരിച്ചു. അവർ സ്വീകരിച്ചപ്പോൾ ലഅല്ലഹും യുൻസറൂൻ, ഈ പിന്നെ സ്വീകരിച്ച ആളുകൾ അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, വേണ്ടിയിട്ടാണ് അവരത് സ്വീകരിച്ചത്. അള്ളാഹു പറയാൻ ലാ യസ്തതീഊന നസ്റഹും, ലാ യസ്തതീഊൻ, ഈ ആരാധിച്ചിരുന്നവർക്ക്, ആരാധ്യന്മാർക്ക് സാധിക്കുകയില്ല, നസ്റഹും, അവരെ സഹായിക്കാൻ. ഇവിടെ ഈ ആലിഹത്ത് ഉണ്ടല്ലോ, ഈ ആലിഹത്ത് എന്നുള്ളത് കേവലം മരവും അതേപോലെ തന്നെ കല്ലും ഒക്കെയാണ് എങ്കിൽ എന്ത് പറഞ്ഞാൽ മതി?
ലാ തസ്തതിഉ ആലിഹത്തിന് സാധിക്കും, ലാ തസ്തതിഉ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ലാ യസ്തതിഊൻ എന്നാണ് പറഞ്ഞത്. ഇത് ആർക്കാ പ്രയോഗിക്കുക? ഉഖലാഇന് എന്നാണ് പറഞ്ഞെങ്കിൽ ആളുകൾക്കാണ് പ്രയോഗിക്കുക. ലാ യസ്തതിഊൻ ഈ ആളുകൾക്ക്, ആരാധ്യന്മാരായ ആളുകൾക്ക് സാധിക്കുകയില്ല നസ്റഹും ഇവർ ആരാധിച്ചവരെ സഹായിക്കാൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ലാ യസ്തതിഊൻ എന്നുള്ളതിൽ കേവലം ഹജറും ഷജറും ഖബറും മാത്രമല്ല, കല്ല്, മരം, ഖബർ ഇതല്ല, പിന്നെയോ ആരാധിച്ചിരുന്ന ആളുകളുണ്ട്, അവർക്കും സാധിക്കൂല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം. ലാ യസ്തതിഊന, ഇല്ല എങ്കിൽ ലാ തസ്തതിഊ എന്ന് പറഞ്ഞാൽ മതി. ഈ ഇലാ ആലിഹത്തിന് സാധിക്കൂല നസ്റഹും അവരെ സഹായിക്കാൻ. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. വഹും എന്ന് പറഞ്ഞെങ്കിൽ ഈ ആരാധിച്ച ആളുകൾ, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് ആരാധിച്ച ആളുകൾ, വഹും അവർ, ലഹും ആരാധിക്കപ്പെട്ട ആളുകളുണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അങ്ങനെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ആരാധന വിഗ്രഹങ്ങൾ ലാത്ത, ഉസ്സ, മനാത്ത് തുടങ്ങിയ ആരാധ്യന്മാരുണ്ട്. അവർക്ക് ജുന്ദും മുഹ്ദറൂൻ. ജുന്ദും മുഹ്ദറൂൻ എന്നാണ് എന്താ? ഹാജരാക്കപ്പെട്ട സൈന്യമാണ്, ആൾബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ ആരാധ്യന്മാരെ സഹായിക്കാൻ, ലാത്തയെയും ഉസ്സയെയും സഹായിക്കാനുള്ള ആളുകളാണ് ആര്? ഇവർ എന്നാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയത്? അത് മനസ്സിലാക്കാൻ ഇപ്പം ഈ ആരാധ്യന്മാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ. ആരാധ്യന്മാരെ കൊത്തി ഉണ്ടാക്കണം അല്ലേ? ചെത്തി ഉണ്ടാക്കണം. ആരാ കൊത്തി ഉണ്ടാക്കണം? ആരാ ചെത്തി ഉണ്ടാക്കണത്? ആരാധിക്കുന്നവരാണ് അല്ലേ? പിന്നെ അതിന് പൊടി തട്ടി കൊടുക്കണം, അതിന് ക്രീം തേച്ച് കൊടുക്കണം അല്ലേ? അതിന് ചന്ദനം ചാർത്തി കൊടുക്കണം, അതിന് മാലിട്ട് കൊടുക്കണം, അതിന് സാരി ഉടുപ്പിക്കണം, അതിന് ചമയങ്ങൾ ചാർത്തണം. ഇതൊക്കെ ആരാ ചെയ്യണത്? ആരാധിക്കുന്നവരാണ്, ആരാധിക്കുന്ന ആളുകളാണ് ചെയ്യണത്. ഈ ആരാധിക്കപ്പെടുന്നവർക്ക് എന്ത് ചെയ്യണില്ല? സ്വയമേവ അതൊന്നും ചെയ്യാൻ കഴിയണില്ല. ആരാധിക്കുന്നവർ, വഹും ലഹും ഈ ആരാധ്യന്മാർക്ക് ജുന്ദും മുഹ്ദറൂൻ എന്നാണ്, സേവനം ചെയ്യുന്ന, സംരക്ഷിക്കുന്ന. അതുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുറിച്ച് പറയില്ല, ഹരിഖൂഹു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ചുട്ടരിക്കാൻ പറയാണ്, ഇഖ്തുലൂ കൊല്ലാൻ പറയാണ്. എന്നിട്ട് വൻസുറു ആലിഹതക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുവീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുവീൻ എന്നാണ് പറയുന്നത്. ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത. ആലിഹത്ത് എല്ലാവരെയും സഹായിക്കാനാണ്. പണ്ട് പറയില്ലേ, കർത്താവ് നമ്മെ രക്ഷിക്കുന്നു, കർത്താവിനെ കാന്ത രക്ഷിക്കുന്നു പറയില്ലേ? അതേപോലെയാണ്, എല്ലാവരെയും സഹായിക്കാനാണ് ആര്? ഈ ആരാധ്യന്മാർ. പക്ഷേ ആരാധ്യന്മാരെ സഹായിക്കാൻ ഇവർ വേണ്ടി വന്നു, ആരാധിച്ചവർ. അതാണ് ഇവിടെ പറയുന്നത്, വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ.